എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെടികളെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. സെയിലിന് പുതിയ പ്ലാന്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റുകളൊക്കെ കാണിക്കാം എന്നുള്ള വീഡിയോ ആണ്. നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു പ്ലാന്റാണിത്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിന് ചെറിയ രീതിയിൽ റേറ്റ് ഉള്ള പ്ലാന്റിന് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കട്ടിയുള്ള ഒരു തരം ലീഫാണ് ഇതിന്. ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ല ഹെൽത്തി ആയ നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് സെയിലിനുള്ളത്. ചെടികളുടെ റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മളെ പനാമ ചെടിയുടെ ഒരു ലീഫിൻ്റെ രീതിയൊക്കെയാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഈ ഒരു മധ്യഭാഗത്തായിട്ട് നല്ല പിങ്ക് കളർ കയറി വരും. ഇത് മെച്ചുവേർഡായ പ്ലാന്റ് തന്നെയാണ്. ലൈറ്റ് പിങ്ക് ആയിട്ടാണ്, ഇനി അത് ഡാർക്ക് പിങ്ക് ആയിട്ട് കയറി വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇതും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ മെച്ചുവേർഡായ പ്ലാന്റിൻ്റെയും ചെറിയ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടെ മിക്സായ പ്ലാന്റാണ്. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റുള്ള മിൽക്കി വേ പ്ലാന്റാണ്. അതിൻ്റെ മെച്ചുവേർഡായ പ്ലാന്റാണ്, മദർ പ്ലാന്റ് അല്ല, മെച്ചുവേർഡായ പ്ലാന്റാണിത്. ഈ ഒരു റേറ്റിന് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സെയിലിനുള്ള പ്ലാന്റ് ഇതാണ്. ഈ ഒരു പ്ലാന്റും മെച്ചുവേർഡായ നല്ല പ്ലാന്റാണ്. എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇനി വീണ്ടും പീച്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ. പീച്ച് നല്ലവണ്ണം പീച്ചായിട്ട് ലീഫുകളൊക്കെ കയറി വന്ന മെച്ചുവേർഡായ പ്ലാന്റാണ്. ഇത് നമ്മളെ കയ്യിൽ വളരെ കുറഞ്ഞ പ്ലാന്റുകളെ ബാക്കിയുള്ളൂ. ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനിയുള്ളത് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൺ നമ്മളെ കയ്യിൽ മദർ പ്ലാന്റും അതുപോലെ മെച്ചുവേർഡ് പ്ലാന്റും ഉണ്ട്. മദർ പ്ലാന്റിൻ്റെ റേറ്റും മെച്ചുവേർഡ് പ്ലാന്റിൻ്റെ റേറ്റും ഞാൻ ഇതിൻ്റെ താഴെ ചേർക്കുന്നുണ്ട്. ഇനിയുള്ളത് ഗ്രീൻ ഫ്രോസൺ ആണ് കേട്ടോ. ഇത് മറ്റ് പ്ലാന്റിനെക്കാട്ടിയും കുറച്ചും കൂടെ റേറ്റ് കൂടുതലുള്ള പ്ലാന്റാണ്. ഫുള്ളായിട്ട് ഗ്രീനാണ്. ഇതും നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകൾ സ്റ്റോക്കില്ലാത്ത ചെടിയാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ബോക്സറാണുള്ളത്. ബോക്സറിൻ്റെ ചെറിയ ചെടിയും അതുപോലെ നല്ല മെച്ചുവേർഡായ പ്ലാന്റും മദർ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഇത് പിങ്ക് വാലന്റൈൻ ആണ്. വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് വളർന്നു വരുമ്പോൾ. ഇനി നമ്മുടെ കയ്യിലുള്ളത് റെഡ് ബ്യൂട്ടി ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഫുള്ളായിട്ട് റെഡ് കയറി വരുന്ന പ്ലാന്റാണ്. നല്ല റൗണ്ട് ഏകദേശം ലീഫുകൾ വരുന്നൊരു പ്ലാന്റാണിത്. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ബോക്സർ പ്ലാന്റിൻ്റെ മെച്ചുവേർഡായ പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയ ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ സെയിലിനുള്ളത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ലൈറ്റ് പിങ്ക് കളറ് കയറി വരും ഇതിന്. ആ ഒരു ടൈപ്പിലുള്ള ചെടിയാണ്. അടുത്തതായിട്ടുള്ളത് റെഡ് പീക്കോക്കിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് തണ്ട് കുത്തി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്ന ചെടിയാണ്. അതുപോലെ ഒരുപാട് തൈകൾ വരാനായ ചെടിയാണ്. തൈകൾ വന്ന് നമ്മൾ പിരിച്ചൊക്കെ നട്ടിട്ടുള്ള മദർ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ളതാണ്. പിങ്കും ഓറഞ്ചും ഗ്രീനും എല്ലാം കൂടെ കയറി വന്നിട്ടുള്ള ഒരു മെച്ചുവേർഡായ പ്ലാന്റ് ആണ്. ഇനിയുള്ളത് സ്റ്റാർ ഡസ്റ്റ് ആണ്. ഇത് നമ്മളെ ഗാർഡനിൽ നിർബന്ധമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അത്രയും ഭംഗിയുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് തീർന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി നമ്മൾ ബോക്സറിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല മദർ പ്ലാന്റ് ആണ്. ഇതിൽ ബേബിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ല പിങ്കും ഗ്രീനും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ബിഗ്രോയി പ്ലാന്റ് വന്നിട്ടുണ്ട്. എല്ലാ പ്ലാന്റും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ബിഗ്രോയിയൊക്കെ നമ്മളെ ഗാർഡനിൽ ഭംഗി കൂട്ടുന്ന ചെടികളിൽ പെട്ടതാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ.
പിങ്ക് കളറും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രീൻ ചെടിയുടെയും വന്നിട്ടുണ്ട്. ഇതിൽ ഈ റെഡ് കളറുകൾ കയറി വരുന്ന ചെടിയാണ്. പിന്നെയുള്ളത് തോട്ടുംപാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയാണ് കേട്ടോ. റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സ്ഡ്, ഇങ്ങനെ കുത്തുകളായിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതേപോലെ മൂൺഷൈൻ പ്ലാന്റ് വീണ്ടും വന്നിട്ടുണ്ട്. മൂൺഷൈന് തീർന്നിട്ടുണ്ടായിരുന്നു. 1-2 പേര് നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഗ്രീൻ വെറൈറ്റിയും അതുപോലെ ഇതിൻ്റെ യെല്ലോ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതിനും ബേബി പ്ലാന്റ് ഒക്കെ ഉള്ള ചെടിയാണ്. ഇതിൻ്റെ റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഈ പ്ലാന്റ് അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു 3 പ്ലാന്റൊക്കെ എടുക്കാനുണ്ടാവുള്ളൂ. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, നല്ല റേറ്റുള്ള പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റാണ്. വലിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം ബുഷിയായ തിക്കായ ഒരു പ്ലാന്റാണ്. അതുപോലെ 10 ക്യാരറ്റും വലിയ പ്ലാന്റ് അല്ലാത്ത പ്ലാന്റ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക. ഇനിയുള്ളത് പിങ്ക് അരോര. ഇത് നല്ല ബുഷിയായ പ്ലാന്റും ചെറിയ പ്ലാന്റൊക്കെ അവൈലബിൾ ആണ്. കലാത്തിയ ചെടികൾ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ കയ്യിലിപ്പോൾ എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അറിയിക്കുക. ഈ ഒരു കലാത്തിയ കുഞ്ഞു ലീഫുകളായിട്ട് നല്ല തിക്കായിട്ട് വളരുന്ന ചെടിയാണ് കേട്ടോ. ഇത് വൈറ്റ് പോട്ടിൽ നമ്മൾ നട്ട് കൊടുത്ത് ഭംഗിയോടെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് വരാന്തയിലൊക്കെ. ഈ ഒരു ചെടിയുടെ തന്നെ ഹൈറ്റ് കൂടിയ ചെടിയും നമ്മുടെ കയ്യിലുണ്ട്. കണ്ടില്ലേ, ഇതിന് നല്ല നീളം വലുപ്പമുള്ള ലീഫും ആയിരിക്കും, തണ്ടുകൾക്ക് കുറച്ച് കൂടുതൽ വലുപ്പവും ആയിരിക്കും. ഇതുപോലെ തണ്ട് നീണ്ട ചെടികളും നമ്മൾ ഇതുപോലെ വൈറ്റ് ഇന്നറുള്ള പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് വരാന്തയിൽ നല്ല ഭംഗിയോടെ വെച്ച് കൊടുക്കാം. ഇനിയുള്ളത് കുഞ്ഞു ലീഫുകളായിട്ട് നല്ല ഡിസൈനുള്ള ഈ ഒരു കലാത്തിയാണ്. ഇതും നമ്മൾ പോട്ടിൽ ഇതുപോലെ ബുഷിയായിട്ട് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അടുത്തതായിട്ട് ഈ ഒരു കലാത്തിയ വെർണാട്ടയിൽ വൈറ്റും ഗ്രീനും മിക്സായ ചെടിയാണ് കേട്ടോ. അതേപോലെ കലാത്തിയ പീക്കോക്ക്. ഇത്രയും പ്ലാന്റ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചെടികൾ വേണമെന്നുള്ളവർ ആ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് റേറ്റ് എല്ലാത്തിൻ്റെയും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയ പ്ലാന്റ് എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ തിരിച്ച് സെൻഡ് ചെയ്യും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.